അപ്പോൾ ഷിപ്പിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ നിർത്താൻ പോകാം. അപ്പോൾ ഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് 3 ഉണ്ടല്ലോ. സ്റ്റിയറിംഗ് ഉണ്ട്, പിച്ചിങ് ഉണ്ട്, പിന്നെ എന്താണ് റോളിംഗ് ഉണ്ട്. റോളിങ്ങിൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇല്ല. റോളിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് എഴുതി വെക്കുക, ദർ ഈസ് നോ ഗൈറോസ്കോപ്പിക് ആണ് എഫക്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ എ ഷിപ്പ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് എത്രയാണ് 125 km/h. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് എത്രയാണ് 125 km/h ആണ്. km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ ഞാൻ എന്തുകൊണ്ട് ചെയ്യണം 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്യുമ്പോഴത്തേക്ക് 34.72 ഇതെന്ന് കിട്ടും, മീറ്റേഴ്സ്/സെക്കൻഡ് എന്ന് കിട്ടും. കിട്ടുമോ നോക്കട്ടെ. 125 × 5/18 ഓക്കെ കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് ദ മാസ് ഓഫ് ദ ടർബൈൻ റോട്ടർ ഈസ് 9 tons. അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറയും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 9 ton ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്മാൾ ലെറ്റർ എം എന്ന് പറയുന്നത് 9 ton ആണ്. ടണ്ണിനെ കിലോഗ്രാം ആക്കാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് ആലോചിച്ചോളണം. 9 tons കിലോഗ്രാം ആക്കി മാറ്റി. റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്മാൾ ലെറ്റർ കെ ഈസ് ഈക്വൽ ടു എത്രയാണ് 0.6 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് 1700 RPM. എൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് 1700 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെൻ ലുക്കിംഗ് ഫ്രം ദി ബോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷിപ്പിൻ്റെ എന്താണ് ഫ്രണ്ട് സൈഡാണ്. ഡിറ്റർമിൻ ദ ഗൈറേഷൻ കപ്പിൾ ഇഫ് ദ ഷിപ്പ് ടേൺസ് ലെഫ്റ്റ്. അപ്പം ടേണിംഗ് എന്ന് പറയുന്നത് എന്താണ് ടേൺസ് ലെഫ്റ്റ് ഓർ റൈറ്റ്, അത് ഏത് മോഷനാണ്, എന്ത് മോഷനാണ്, സ്റ്റിയറിംഗ് മോഷനാണ്. അപ്പോൾ 3 മോഷൻസ് നമുക്ക് പോസിബിൾ ആണ്. ഫസ്റ്റ് സ്റ്റിയറിംഗ്, ടേൺ ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ് നമ്മുടെ സ്റ്റിയറിംഗ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷിപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പെങ്കിൽ ആ ഷിപ്പിൻ്റെ എന്താണ് ഈ ഒരു ആക്സസിൽ നമ്മുടെ റോട്ടറുണ്ട്. അപ്പോൾ ഷിപ്പിൻ്റെ ബോയ് എന്ന് പറയുന്നത് ഇതും, ഷിപ്പിൻ്റെ ആഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേൺ എന്ന് പറയുന്നത് ഇതുമായിരിക്കും, ബാക്ക് സൈഡായിരിക്കും. അപ്പോൾ ഇവിടെയാണ് റോട്ടർ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഷിപ്പിൻ്റെ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആക്സസ്. ഈ റോട്ടർ ഇവിടെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഡിറ്റർമിൻ ദ എന്താണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഗൈറേഷൻ കപ്പിൾ എന്ന് ഉപയോഗിച്ച ഗൈറോസ്കോപ്പിക് കപ്പിളാണ്. ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടേണിംഗ് ആണ്, സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ടേണിംഗ് എങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് ആൻഡ് റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് വെൻ ദ ഷിപ്പ് ടേൺസ് ടു ദ ലെഫ്റ്റ്. ഷിപ്പ് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു, അതായത് ഇങ്ങോട്ടേക്കാണ് ടേൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പോർട്ടും എന്തുകൊണ്ട് ഇവിടെ സ്റ്റാർ ബോർഡും ഉണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന ഒരു ഇത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് റൊട്ടേറ്റ്സ് അറ്റ് 1700 RPM ക്ലോക്ക് വൈസ് വെൻ ലുക്കിംഗ് ഫ്രം ദ ബോ. അപ്പോൾ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു, വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ബോ ആയിരുന്നു. ഇതിപ്പോൾ ആദ്യമേ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് ഇല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ വലിയ സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ ആ എഫക്റ്റ് എഴുതാൻ വേണ്ടി നമ്മൾ വ്യൂ പോയിൻ്റ് എഴുതി. പിന്നെ അത് ഏത് ഡയറക്ഷനിലാണ് സ്പിന്നിങ് നടക്കുന്നത്, സ്പിന്നിങ് എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷനാണ്, ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. ദിസ് ഈസ് അവർ വ്യൂ പോയിൻ്റ്. ദ റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് എന്താണ് ക്ലോക്ക് വൈസ്, അതായത് റോട്ടർ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് പ്രിസഷൻ വേണം. പ്രിസഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ടേണിംഗ് ലെഫ്റ്റ്. ടേണിംഗ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസഷൻ എങ്ങോട്ട് എടുക്കും, ടേണിംഗ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പ്രിസഷൻ എടുക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ച അതേ സാധനം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സാധനം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കുക. പോട്ടെ, നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് C = I ω P. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ലോ, ഇത് ചുമ്മാ അടിച്ചു കൊടുത്താൽ കിട്ടും. I എന്ന് പറയുന്നത് എന്താണ് mk². ഞാൻ വീണ്ടും പറയുന്നില്ല. ഒമേഗ എന്ന് പറയുന്നത് 2π × n/ എത്രയാണ് 60, 1700 RPM. ഒമേഗ പി എന്ന് പറയുന്ന പ്രിസഷൻ്റെ ആംഗുലാർ വെലോസിറ്റി. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പ്രിസഷൻ ആംഗുലാർ വെലോസിറ്റി കിട്ടിയില്ലല്ലോ, ചെയ്യാം. കാര്യം ടേണിംഗ് വെലോസിറ്റി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ടേണിംഗ് വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റേഡിയസ് ഓഫ് ടേണിംഗ് വേണമല്ലോടേ. പറഞ്ഞിട്ടുണ്ട് ഇൻ എ കർവ് ഓഫ് റേഡിയസ് 90. അപ്പം ഇത് ടേൺ ചെയ്യുന്നു, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു. അപ്പോൾ ടേൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഇവിടുത്തെ വെലോസിറ്റി. അപ്പോൾ ഈ ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി കമ്പോണൻ്റ് ആണ്
നമുക്ക് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി കമ്പോണൻറ്റ് v ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഒമേഗ പി ഇൻറ്റു നമുക്ക് എന്താണെന്നറിയാം r എന്നറിയാം. നമ്മൾ ആദ്യം ചെയ്ത ഷിപ്പിൻ്റെ നമ്മൾ എയറോപ്ലെയിൻ്റെ ചെയ്ത അതേപോലെ ഒമേഗ പി ഈസ് ഈക്വൽ ടു v ബൈ എന്താണ് r. v എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട് 34.72 ഡിവൈഡ് ബൈ r എന്ന് പറയുന്നത് 90 മീറ്റർ റേഡിയസ് ആണ്. അപ്പോൾ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 90 മീറ്റർ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒമേഗ പി എന്ന് പറയുന്നത് 0.3858. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ ഇക്വേഷൻസ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പ്രോബ്ലമായി. ഇനി ആൻസറായി. പിന്നെ ഒമേഗ പിയിൽ ഒമേഗ പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ കിട്ടും. ഇതെടുത്ത് വാല്യൂ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 2.525 അത്രയും ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന സാധനമായിരിക്കും നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളായിട്ട് കിട്ടുന്നത്. ഇനി ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പരിപാടി അങ്ങ് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ റോട്ടർ, അപ്പോൾ എന്താണ് ഇവിടെ നിന്നാണ് വ്യൂ പോയിൻറ്റ്. ഇതാണ് ദിസ് ഈസ് അവർ വ്യൂ പോയിൻറ്റ്. വി ഹാവ് ടു ഗെറ്റ് എന്ത് ഡയറക്ഷൻ എന്താണ് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ബോയിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ എന്താണ് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം, വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വെക്കൂ. ക്ലോക്ക് വൈസ് കിട്ടണമെങ്കിൽ എങ്ങനെ വെക്കണം? ഇങ്ങനെ വെച്ചല്ലേ പറ്റൂ. ഞാൻ പറയേണ്ട കാര്യമല്ലോ. ക്ലോക്ക് വൈസ് വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണം. കാര്യം ഫിംഗേഴ്സ് പോയിൻറ്റിങ് ഈ ഒരു സൈഡാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമ്മുടെ തമ്പിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ എന്ത് വരയ്ക്കേണ്ടത്? OA എന്ന് പറയുന്ന വെലോസിറ്റി വരയ്ക്കും. ഇനി നമുക്ക് ഏത് ഡയറക്ഷനാണ് പ്രിസിഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ്. ഫിക്സ് ചെയ്ത് OAനെ റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി ക്ലോക്ക് വൈസ്. ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ക്ലോക്ക് വൈസ് ആയി പോകും, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആവും. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് എന്തല്ല താഴേക്കൊന്നുള്ള അർത്ഥമല്ല, പേപ്പറിൻ്റെ പ്ലെയിനകത്തോട്ടാണ് എന്നുള്ളതാണ്. A to B ആക്റ്റീവ് കപ്പിൾ, B to A റിയാക്റ്റീവ് കപ്പിൾ. B to A റിയാക്റ്റീവ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലോട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് പ്ലെയിൻ ഓഫ് ദ പേപ്പറിനകത്തോട്ടാണ് അല്ലേ? പ്ലെയിൻ ഓഫ് ദ പേപ്പറിനകത്തോട്ടാണ് നമ്മൾ ഇനി അടുത്ത് എന്ത് വയ്ക്കേണ്ടത്? നമ്മുടെ തമ്പ് വയ്ക്കേണ്ടത്. പ്ലെയിൻ ഓഫ് ദ പേപ്പറിനകത്തോട്ട് ഞാൻ തമ്പ് വെച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്ലെയിൻ ഓഫ് ദ പേപ്പറിനകത്തോട്ട് തമ്പ് വെച്ചപ്പോൾ നിങ്ങൾ എന്ത് ഡയറക്ഷൻ കാണുന്നു? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണുന്നു. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കാണുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഈ ഒരു ഇതിൽ നമ്മൾ എഫക്റ്റ് മാർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് വരുന്ന? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്? റിയാക്റ്റീവ് കപ്പിൾ വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് റിയാക്റ്റീവ് കപ്പിൾ. അപ്പോൾ റിയാക്റ്റീവ് കപ്പിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നാൽ ഇവിടെ നടക്കുന്നത് ബോയും, ഇവിടെ ഉള്ളത് ബോയും, ഇവിടെ നടക്കുന്നത് സ്റ്റേണുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സ്റ്റേൺ എന്ന് പറയുന്നത് മുകളിലേക്ക് റൈസ് ആവും, ബോയ് എന്ന് പറയുന്നത് താഴേക്ക് ഫോൾ ആവും. അപ്പോൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ബോ ഫോൾസ്, സ്റ്റേൺ എന്താണ് റൈസസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റിയറിംഗ് മാത്രം വരുന്നൊരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് അടുത്തൊരു തീർന്നു, ഇതിൻ്റെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് തീർന്നു. പ്രോബ്ലം ഇവിടെ വെച്ച് തീർന്നു. പിന്നെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഈ ഒരു സാധനം എഴുതുന്നതിൻ്റെ ഫലമായിട്ട് അതും നമുക്ക് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പറയാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ നോക്കുന്നതൊന്നും കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് അതിൽ നമ്മൾ ഡയറക്ഷൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇനി ഇവിടെ നോക്കിയേ, ഷിപ്പ് ഈസ് പ്രൊപ്പൽഡ് ബൈ എ ടർബൈൻ റോട്ടർ ഹാവിങ് എ മാസ് ഓഫ് എത്രയാണ്? 6 tons. അത് M ഈസ് ഈക്വൽ ടു 6000 kilogram ആൻഡ് സ്പീഡ് ഓഫ് ഇത്ര RPM. N ഈസ് ഈക്വൽ ടു 2400 RPM. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60. ചെയ്ത് കണ്ടുപിടിക്കുക. 2πn/60 ചെയ്യുമ്പോൾ 251.33 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനം കിട്ടും. ഇനി ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വെൻ വ്യൂഡ് ഫ്രം ദ സ്റ്റേൺ. അപ്പോൾ സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേൺ ആണ്. സ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്ക് സൈഡാണ്. അപ്പം അവിടുത്തെ സ്പിന്നിങ് ഏത് ഡയറക്ഷനിലാണ് നടക്കുന്നത്? സ്പിന്നിങ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വെൻ വ്യൂഡ് ഫ്രം ദ സ്റ്റേൺ. അപ്പം ഇനി നമുക്ക് വേണം പ്രിസഷൻ വേണം. പ്രിസഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഓരോ ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ റോട്ടർ ഈസ് 450 mm. ദാറ്റ് മീൻസ് K ഈസ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ K ഈസ് ഈക്വൽ ടു 0.45 meter.
Determine the gyroscopic effect when the ship steers to the right in the curve of 60 meter radius. Turning radius 60 meter ആണ്. At a speed of 80 knots. 80 knots എന്ന് പറഞ്ഞാൽ നോട്ടിക്കൽ മൈലേഴ്സ് എന്ന് പറഞ്ഞ് കേട്ടില്ലേ. അപ്പോൾ ഇത് നോട്ട്സ് എന്ന് പറഞ്ഞോളൂ. നോട്ട്സ് എന്ന് പറയുന്നത് 1 നോട്ട് എന്ന് പറഞ്ഞാൽ 1860 മീറ്റർ പെർ അവർ ആണ്. അപ്പം നമുക്ക് സ്പീഡ് സ്മാർട്ട് ലെറ്റർ വി തന്നിരിക്കുന്നത് ചുമ്മാ കുഴയ്ക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ. 80 നോട്ട്സ് 18 ഇൻറ്റു എത്രയാണ്, ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും മീറ്റർ പെർ അവർ അല്ലേ. അപ്പം അത്രയും മീറ്റർ പെർ അവർ 1860 മീറ്റർ പെർ അവർ. മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തിനാ, അവറിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം, 18 ഇൻറ്റു 1860 ഡിവൈഡ് ബൈ അവറിനെ സെക്കൻഡ് ആക്കാൻ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ എന്താണെന്ന് കിട്ടി, സ്മാൾ ലെറ്റർ വി എന്ന് കിട്ടി. നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറൊരു രീതിയിൽ യൂണിറ്റ് കൺവേർഷൻ വരുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഷിപ്പ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റീർസ് എന്നാണ്. അപ്പം നമ്മുടെ സ്റ്റിയറിംഗ് മോഷനാണ് അല്ലേ. അപ്പോൾ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ എഫക്റ്റ് വരയ്ക്കണം. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഷിപ്പ്, നിങ്ങൾ മര്യാദയ്ക്ക് വരച്ചോളാം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട്. റോട്ടർ, ഇത് നമ്മുടെ ബോ, ഇവിടെ നമ്മുടെ എന്തുണ്ട്, പോർട്ട്, ഇവിടെ നമ്മുടെ സ്റ്റാബോർഡ്, അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേൺ എന്ന് പറയും. വ്യൂ പോയിൻ്റ് ഇവിടെ നിന്നാണ്, ഇതാണ് വ്യൂ പോയിൻ്റ്, സ്റ്റേൺ എന്ന് നോക്കുന്നു. അപ്പോൾ ഇത് കറങ്ങുന്നത് എന്ത് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കണം ഇത് കറങ്ങുന്നത്, നമ്മുടെ റോട്ടർ കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വരയ്ക്കുന്നത് നമ്മളെപ്പോഴും എന്താണ്, ഈ ഒരു ടോപ്പ് വ്യൂവിലാണ്, ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിപ്പ്, ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഡിറ്റർമിൻ ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ. അത് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. കപ്പിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഞാനത് പറയുന്നില്ല. I ഒമേഗ ഇൻറ്റു ഒമേഗ പി. നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, ഐ ഉണ്ട്, എം ഉള്ളതുകൊണ്ട് കെ ഉള്ളതുകൊണ്ട് MK² ഇടുമ്പം I കിട്ടും. I എന്ന് പറയുന്നത് MK² ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πn/60 ആണ്. ഒമേഗ പി എന്ന് പറയുന്നത് V/R ആണ്. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് C കിട്ടും. സിയുടെ വാല്യൂ ഞാൻ പറയുന്നു, C is equal to 47.33. ചെയ്ത് നോക്കിയാൽ മതി. കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ ആണ് കിട്ടുന്നത്, ബൈ 1000 ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന 47331 എന്നൊക്കെ പറഞ്ഞായിരിക്കും കിട്ടുന്നത്. അതിന് 1000 ഡിവൈഡ് ചെയ്ത ആൻസറാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എഫക്റ്റ് മാത്രം പറയാം. ഇവിടെ ടേൺസ് ഇപ്പോൾ ബാക്കിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ പ്രിസിഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റീർസ് ടു ദ റൈറ്റ് എന്നാണ്. സ്റ്റീർസ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ, ഇതല്ലേ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് വന്നാൽ സ്റ്റിയറിങ്ങിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് എന്ത് ഡയറക്ഷൻ വരും. അപ്പോൾ സ്റ്റിയറിങ്ങിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്, പ്രിസിഷൻ ഇത് ഓരോന്നിലും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ സ്റ്റിയറിങ്ങിൽ പ്രിസിഷൻ ഏത് ഡയറക്ഷൻ വരും, ക്ലോക്ക് വൈസ് വരും. ഓക്കെ, ക്ലോക്ക് വൈസ് വരും. അപ്പോൾ എഫക്റ്റ് വരയ്ക്കാം. നോക്കി, ഇവിടെ നമ്മുടെ എന്താണ്, റോട്ടർ. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടാണ് വ്യൂ പോയിൻറ്റ്. അതായത് വ്യൂ പോയിൻ്റ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേണാണ്, അപ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതെന്ത് ഡയറക്ഷനാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുമോ, ഇങ്ങനെ വെക്കുമോ, ഇങ്ങനെ വെച്ചാൽ ക്ലോക്ക് വൈസ് ആയി പോകും. ഇങ്ങനെ വെച്ചാൽ അല്ലടെ ക്ലോക്ക് വൈസ്. അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ്, ഇങ്ങനെ നോക്കുമ്പോൾ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പം എങ്ങോട്ടിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിലോട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ O ഇവിടെ വെച്ചു, ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് വരച്ചു, A എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി കമ്പോണന്റ് വരച്ചു. ഇനി പ്രിസിഷൻ ക്ലോക്ക് വൈസ് ആണ്. ഇത് ക്ലോക്ക് ഇറങ്ങണമെങ്കിൽ മുകളിലേക്ക് പോകണം. അതായത് ഇങ്ങോട്ടായിരിക്കും ഡെൽറ്റ തീറ്റ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് B ആയിരിക്കും. A to B, ബിയിൽ നിന്ന് എയിലേക്ക്, B' to A', അവിടെ എന്ത് വരും, റിയാക്റ്റീവ് കപ്പിൾ. അപ്പോൾ റിയാക്റ്റീവ് കപ്പിൾ താഴെ, അതായത് ഇങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞാൽ പേപ്പറിന് പുറത്തോട്ട്. അപ്പോൾ നമ്മുടെ തമ്പ് പേപ്പറിന് പുറത്തോട്ട്, ഇതാണ് പ്ലെയിൻ ഓഫ് ദ പേപ്പർ, അതിന് പുറത്തോട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ഡയറക്ഷനിലാണ് ഈ 4 ഫിംഗേഴ്സ് കാണുന്നത്, എന്ത് ഡയറക്ഷനിലാണ്, നിങ്ങൾ ഏത് ഡയറക്ഷനിലേ കാണുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം ഇതെന്ത് ചെയ്യുന്നത്, റിയാക്റ്റീവ് കപ്പിൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. റിയാക്റ്റീവ് കപ്പിൾ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ലോഞ്ചിറ്റ്യൂണൽ ആക്സിന് അക്രോസ് ആയിട്ടാണ്. അപ്പോൾ റിയാക്റ്റീവ് കപ്പിൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ന് പറയുന്നത് ബോ ആണ്. ബോ മുകളിലേക്കും പോകും. സ്റ്റേൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയും ചെയ്യും, താരയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് ബോ റൈസസ്, രണ്ടാമത് സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് ഫോൾസ്. അത് തന്നെ നോക്കട്ടെ ടെസ്റ്റിൽ. ബോ റൈസസ് എഴുതിയിട്ടില്ല കേട്ടോ, അതിൽ ഗൈറോസ്കോപ്പിക്ക് പറ്റി.
ടേൺ റൈറ്റ്, ലോവർ ദ ആഫ്റ്റ്, സ്റ്റേ ബോ മുകളിലേക്ക് പോകും, റൈസ് ദ ബോ. ഓക്കെ, ബോ മുകളിലേക്ക് പോകും. അപ്പോൾ ഇറ്റ് ടെൻസ് ടു റൈസ് ദ ബോ ആൻഡ് ഇറ്റ് ടെൻസ് ടു എന്താണ് ലോവർ ദി ആഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റേ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. സ്റ്റിയറിംഗ് കഴിഞ്ഞു. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ സാധനമാണ്. ഇനി രണ്ടാമത്തെ പിച്ചിങ്. നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മോഷൻ പിച്ചിങ് ആണല്ലോ. പിച്ചിങ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ പൊങ്ങിയതാരം ചെയ്യുന്ന സാധനം, മുകളിൽ പൊങ്ങിയതാരം, ഈ ഒരു മോഷൻ ബോ പൊങ്ങിയതാരം ചെയ്യുന്ന മോഷനാണ് പിച്ചിങ്. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് പിച്ചിങ്ങിൻ്റെ കാര്യം നോക്കാം. ഇതിന് ഞാൻ പറയണ്ടല്ലോ കാര്യം, ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആയിരുന്നു, ഇതിൽ റൈറ്റ് ആണ്, ഇവിടെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് ആയിരുന്നു. അതിനനുസരിച്ച് ലോജിക്ക് അനുസരിച്ച് ചെയ്യുക. ഇനി അത് എല്ലാ ക്വസ്റ്റ്യനും ഒരു തവണ എല്ലാം ചെയ്തുകൊണ്ട് വെക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഇനി രണ്ടാമത്തെ ഇതും കൂടെ കൊണ്ട് നിർത്തുവാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. ഷിപ്പും എയറോപ്ലെയിനും ഡിസ്കും ചോദിക്കുന്നെങ്കിൽ ഈ 3 സാധനത്തിൽ തീരും. ഇത്രയും ചെയ്ത പ്രോബ്ലംസ് മതി. ദ ഷിപ്പ് പിച്ചസ് 7 ഇതിപ്പോൾ എത്ര മിനിറ്റായിരുന്നു നോട്ടെ, 5 ഉണ്ട്. ദ ഷിപ്പ് പിച്ചസ് 7.5 ഡിഗ്രി. അപ്പോൾ പിച്ചിങ്ങിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്വാർഡ് പിച്ചിങ് ആണോ ഡൗൺവാർഡ് പിച്ചിങ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, അപ്വാർഡ് പിച്ചിങ് ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ഡൗൺവാർഡ് പിച്ചിങ് ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് പ്രിസിഷൻ എടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഫൈ എന്ന് പറയുന്നത്, ഫൈ എന്ന് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല, കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ പൊസിഷൻ ഓഫ് ദ ബോ ഈസ് ഡിസെൻഡിങ്. അതായത് നമ്മുടെ സംഭവം ഇതാണ് നമ്മുടെ ഷിപ്പെങ്കിൽ ഇത് നമ്മുടെ മുകളിലേക്കും താഴേക്കും. അപ്പോൾ ഇതാണ് ഫൈ എന്ന് പറയുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു 7.5 ഡിഗ്രി. ഓക്കെ, ബോ അപ്പോൾ അപ്വാർഡ് പിച്ചിങ് ആണ് ഡൗൺവാർഡ് പിച്ചിങ് ആണ്. 7.5 ഡിഗ്രി നോർമൽ പൊസിഷൻ ആൻഡ് ദ ബോ ഈസ് ഡിസെൻഡിങ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോവുക, അസെൻഡിങ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുക. അപ്പോൾ ബോ എന്ന് പറയുന്നത് ഡിസെൻഡിങ് ആണ്, അതായത് താഴേക്ക് പോവാണ്. അപ്പം എന്ത് പിച്ചിങ് ആണ്? വി ആർ ഹാവിങ് ദി ഡൗൺവാർഡ് പിച്ചിങ്. അപ്പോൾ ഡൗൺവാർഡ് പിച്ചിങ് ആണെങ്കിൽ പ്രിസഷൻ എന്താണെന്ന് ആലോചിക്കണം. അതായത് ആക്സിസ് എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാണ്? എന്ത് റൊട്ടേഷൻ? ഇങ്ങോട്ടാണ്, അതായത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഫക്റ്റ് നേരത്തെ പോലെ തന്നെ പ്രിസഷൻ ഇവിടെ ക്ലോക്ക് വൈസ് ആയിരുന്നു, ഇവിടെ സ്റ്റിയറിംഗിൽ ക്ലോക്ക് വൈസ് ആയിരുന്നു. ഡൗൺവാർഡ് പിച്ചിങ് ആയിരുന്നു, ഇവിടെയും പ്രിസഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് ആണ്. അപ്പം ഡൗൺവാർഡ് പിച്ചിങ് എന്ന് പറയാൻ കാര്യം ബോ എന്ന് പറയുന്നത് എന്തായിട്ടാണ്? ബൗ എന്നേ വരുന്നുള്ളൂ, എന്താണെന്നോ ഡിസെൻഡിങ്. ബോ എന്ന് പറയുന്നത് ഡിസെൻഡിങ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്, പ്രിസിഷൻ അല്ല പ്രിസഷൻ. ഇനി ഇത് വെച്ചിട്ട് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ വരയ്ക്കാം. ഈ സി ആൻഡ് ഡി അലൊക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ അപ്വാർഡ് പിച്ചിങ് ഡൗൺവാർഡ് പിച്ചിങ് അതെന്തോ ആയിക്കോട്ടെ. എഫക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിലായിരിക്കും? ഇതിൻ്റെ ടോപ്പ് വ്യൂവിലായിരിക്കും. അതായത് എഫക്റ്റ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ പോർട്ടിനും സ്റ്റാർ ബോർഡിനും അക്രോസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇതുണ്ട്, ഇവിടെ പോർട്ടുണ്ട്, ഇവിടെ എന്തുണ്ട്? സ്റ്റാർ ബോർഡുണ്ട്. അപ്പോൾ ഇത് പോർട്ട്, സ്റ്റാർ ബോർഡ്. അപ്പോൾ ഈ ആക്സിസിന് ക്രോസ് ആയിട്ട് നമ്മൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സി കണ്ടുപിടിക്കുക, സി മാക്സ്, അതായത് മാക്സിമം ഗൈറോസ്കോപ്പിക് കപ്പിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഐ ഒമേഗ പി മാക്സ്. ഒമേഗയൊക്കെ നമ്മൾ നേരത്തെ പോലെ തന്നെ, പക്ഷേ ഈ ഒമേഗ പി മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താണെന്നറിയാം? ഒമേഗ പി മാക്സ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ω1. ഇനി എന്താണ് ω1? ω1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2π ടൈം പീരീഡാണ്. അപ്പം ഇവിടെ 2π ടൈം പീരീഡാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈം പീരീഡ് പറഞ്ഞിട്ടില്ലേ? എത്ര പറഞ്ഞിരിക്കുന്നേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ എഴുതാൻ വിട്ടോ, ഇതാണ് കേട്ടോ. With its maximum velocity, the pitching motion is question പറഞ്ഞിട്ടുണ്ട്. The pitching motion is SHM with time period is equal to 18 seconds. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടേ. അപ്പം 18 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 2π/18 സെക്കൻഡ്സ് ചെയ്യുമ്പോഴത്തേക്ക് 2π/18 സെക്കൻഡ്സ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനം തന്നെ. 0.349 എന്ത് കിട്ടും? റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം നമുക്ക് ω1 കിട്ടി. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 ഡിഗ്രിയാണ്. ഡിഗ്രി റേഡിയൻ ആക്കാൻ π/180 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഫൈയുടെ കാര്യം തീർന്നു. ഇൻറ്റു ω1 എന്താണ്? 0.349. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ω p മാക്സ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.0457 എന്തെന്ന് കിട്ടുമെന്നറിയോ? റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ ω p മാക്സ്, നമുക്ക് നേരത്തെ അറിയാവുന്ന ω തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ഇവിടുത്തെ ω എത്രയാണ്? 2πn/60 നിങ്ങൾ ചെയ്യുന്ന ω എത്രയാണ്? ആ ω തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സി മാക്സ് ഈസ് ഈക്വൽ ടു
നമുക്ക് എന്ത് കിട്ടും? ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് mk², അത് 1215 കിട്ടും ഇൻറ്റു 251.33 ഇൻറ്റു ഒമേഗ പി മാക്സ് മാത്രമേ ഇവിടെ അധികമുള്ളൂ 7. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 13963.66 ന്യൂട്ടൺ മീറ്റർ. സോ ഇത് ഇസ് ആൻസർ. ഇനി ഇതിന് എഫക്റ്റ് വേണം. അതായത് നമുക്ക് നോക്കേണ്ടത് നേരത്തെ പോലെ തന്നെ, ഇതിന് വ്യത്യാസമൊന്നുമില്ല. എവിടെ നോക്കുന്നു? ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്, ഇതാണ് നമ്മുടെ ഇതെങ്കിൽ അതെന്ത് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങനെ വെച്ചാലേ കൗണ്ടർ ക്ലോക്ക് വൈസ് വെച്ചാൽ പറ്റില്ല, ഇങ്ങനെ വെച്ചാലേ കൗണ്ടർ ക്ലോക്ക് വൈസ് കിട്ടും. അപ്പം O എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇത് ഇങ്ങോട്ട് വരും A. ഇനി പ്രിസഷൻ ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ് കറങ്ങണമെങ്കിൽ ഇത് മുകളിലോട്ട് പോകും. അപ്പോൾ B, A to B. അപ്പോൾ ഇതാണ് ഡെൽറ്റ തീറ്റ A to B. അപ്പോൾ B' to എന്താണ് A' റിയാക്റ്റീവ് കപ്പിൾ, അപ്പോൾ ഇങ്ങോട്ടാണ്. അപ്പോൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോൾ താഴേക്ക് ഇങ്ങനെയാണെങ്കിൽ പ്ലെയിൻ ഓഫ് ദ പേപ്പറിന് പുറത്തേക്ക്, പ്ലെയിൻ ഓഫ് ദ പേപ്പറിന് പുറത്തേക്കാണ് നമ്മുടെ തമ്പിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് അല്ലേ? ഇത് ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആണോ? ഇതാണല്ലേ ക്ലോക്ക് വൈസ്. ഇതെന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മാർക്ക്. അപ്പം ഇവിടെ നമുക്ക് ഇത് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ സാധനം എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് ക്ലോക്ക് വൈസാണ് കിട്ടുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആക്സിസിന് അക്രോസ് ആയിട്ടല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്തിന് അക്രോസ് ആയിട്ടാണ്? നമ്മുടെ ഈ പോർട്ടിന് അക്രോസ് ആയിട്ടാണ്, പോർട്ടിനും സ്റ്റാർ ബോർഡിനും അക്രോസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് ആക്ച്വലി എന്താ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു പിച്ചിങ്ങിൻ്റെ കേസിൽ, അതായത് ഇൻ ദ കേസ് ഓഫ് പിച്ചിങ്, ഇഫ് വി ഗെറ്റ് എന്ത് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് റിയാക്റ്റീവ് കപ്പിൾ ഫ്രം വെക്റ്റർ ഡയഗ്രാം. വെക്റ്റർ ഡയഗ്രത്തിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസാണ് കിട്ടുന്നത്. മാർക്ക് ക്ലോക്ക് വൈസ് എന്താണ്? ഡയറക്ഷൻ അക്രോസ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതായത് ഇതൊരു ട്രാൻസ്വേഴ്സ് ആക്സിന് അക്രോസ് ആയിട്ട് എന്തായിട്ട് മാർക്ക് ചെയ്യണം? ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് കിട്ടിയാൽ ട്രാൻസ്വേഴ്സ് ആക്സിന് അക്രോസ് ആയിട്ട് ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്യുക. അതേസമയം ക്ലോക്ക് വൈസ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത് ഇല്ല ടുവേർഡ്സ് സ്റ്റാർ ബോർഡ് എന്ത് ചെയ്യും? അത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻഡ് ടെൻസ് ടു ടേൺ ദ ഷിപ്പ് ടുവേർഡ്സ് സ്റ്റാർ ബോർഡ്. അപ്പോൾ സ്റ്റാർ ബോർഡിലേക്ക് ഇതിനെ ടേൺ ചെയ്യും. സോ എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ? അപ്പോൾ സ്റ്റാർ ബോർഡ് ഇങ്ങോട്ട് പോകും അല്ലേ? മീൻസ് ഇറ്റ് ടെൻസ് ടു ടേൺ ദ ഷിപ്പ് ടുവേർഡ്സ് എന്താണ്? സ്റ്റാർ ബോർഡ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വേണ്ടതെന്ന് പറയുന്നത് മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ദ റോൾസ് ഇറ്റ് ആംഗുലർ വെലോസിറ്റി. ഇതാണ് ഒന്നുമില്ല, എഫക്റ്റ് ഒന്നുമില്ല. ഇഫ് ഇറ്റ് ഈസ് റോളിംഗ് ദെൻ ദ ആംഗുലർ വെലോസിറ്റി വെൻ ഇറ്റ് ഷിപ്പ് റോൾസ് ദ ഗൈറോസ്കോപ്പിക് കപ്പിൾ നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ഗൈറോസ്കോപ്പിക് കപ്പിൾ C is equal to എന്താണ്? I ഒമേഗ പി. പക്ഷേ ആ റോളിങ്ങിൻ്റെ ഒമേഗ പി എന്താണോ തന്നിരിക്കുന്നത്, ആ തന്നിരിക്കുന്ന സാധനം ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 0.35 റേഡിയൻ പെർ സെക്കൻഡ് അടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അവിടെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഒന്നുമില്ല. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇല്ലാത്തതിന് കാര്യം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, എഫക്റ്റിൻ്റെ കാര്യം പറയണ്ട. ഇതിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 10.687 എന്തെന്ന് കിട്ടുമെന്നറിയോ? കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. കിലോ ന്യൂട്ടറാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വരത്തില്ല. അതിന് കാര്യം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആക്സിസിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, മാക്സിമം ആക്സലറേഷൻ, മാക്സിമം ആംഗുലാർ ആക്സിലറേഷൻ ഡ്യൂറിങ് പിച്ചിങ്. നമ്മൾ നിർത്താൻ പോവാണ് ഇത് ഡ്യൂറിങ് പിച്ചിങ്. ആ പിച്ചിങ്ങിന് അക്രോസ് നടക്കുമ്പോഴത്തേക്ക് മാക്സിമം ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5 × ω1² ആണ്. ഓക്കെ, 5 നമുക്ക് എത്രയെന്ന് അറിയാമല്ലോ. പിച്ചിങ്ങിൻ്റെ കേസാണ്. പിച്ചിങ്ങിൻ്റെ കേസിൽ 5 എന്ന് പറയുന്നത് 7.5. 7.5നെ നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു എന്താണ്? ω1² ω1 എത്രയാണ്? 0.349ൻ്റെ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.01596 എന്ന് കിട്ടും. അത്രയും റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് മാക്സിമം ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പിച്ചിങ്ങിൻ്റെ കേസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ എഫക്റ്റ് മാർക്ക് ചെയ്യുന്നതിലുണ്ടാകുന്ന ചേഞ്ചും നിങ്ങളൊന്ന് എന്ത് ചെയ്തിരിക്കുക? ഓർത്തിരിക്കുക.